മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വധഭീഷണി. മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബാലു കനാലാണ് തൃശൂരിൽ പൊതുവേദിയിൽ വധഭീഷണി മുഴക്കിയത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ഉപവാസ സമരത്തിലായിരുന്നു വധഭീഷണി. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭീഷണിയുടെ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരു സംശയവും വേണ്ട. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരു സംശയവും വേണ്ട. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വധഭീഷണിയാണ് കേട്ടത്. വിശദാംശങ്ങൾ നൽകാൻ അഭിറാം ചേരുകയാണ്. അഭിറാം, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വധഭീഷണി എത്തരത്തിലായിരുന്നു പൊതുവേദിയിൽ ഇത്തരം ഒരു ഭീഷണി ഇയാൾ മുഴക്കിയത്? ക്രിസ്ത്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കത്തിവെക്കുമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന തൃശ്ശൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഉപവാസ സമരത്തിൽ അടുത്ത ഒരു പ്രസ്താവനയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നത്. സാധാരണ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ചെറിയ നേതാവോ അല്ല ഈ ബാലു കനാൽ. യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ പാർലമെന്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ചേർപ്പ് സർവീസ് സഹകരണ സംഘത്തിന്റെ ഡയറക്ടറുമാണ് ഈ ഭീഷണി മുഴക്കിയ ബാലു എന്നാൽ ഏറ്റവും ശ്രദ്ധ. അതായത് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു നേതാവിന്റെ ഭീഷണിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് യൂത്ത് കോൺഗ്രസ് കത്തിയെടുത്ത് സമാധാനം സൃഷ്ടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കാര്യത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസിന് മടിയില്ല. അത് വീണ്ടും വീണ്ടും യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ച് പറയുകയാണെന്ന് ഈ ഭീഷണിയിൽ പറയുന്നു. ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ച ഒരു പൊതുവേദിയിലാണ്, തൃശ്ശൂരിലെ ഒരു പൊതുവേദിയിലാണ് ഇത്തരം ഒരു പരസ്യമായി തന്നെ മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന ഭീഷണി ഇയാൾ മുഴക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാസർഗോഡ് വിഷയത്തിന്റെ പുറത്ത് തൃശ്ശൂർ ജില്ലയിൽ വലിയ അക്രമമാണ് യൂത്ത് കോൺഗ്രസ് അയച്ചുവിട്ടിരുന്നത്. സാഹിത്യ അക്കാദമി കടന്നു കയറുകയും സാംസ്കാരിക നായകരുടെ വലിയൊരു ചെറിയ പ്രതിഷേധം തന്നെ യൂത്ത് കോൺഗ്രസ് നടത്തുകയുണ്ട്. അതിന്റെ എല്ലാം വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കകം തന്നെ വധഭീഷണി ഉണ്ടാകുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ പലയിടങ്ങളിൽ തന്നെ CPM നേതാക്കളും പ്രവർത്തകരും ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. പലയിടത്തും ഇവിടുന്നവരെ ഒരു കല്ലെറിയുന്ന അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയും ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കത്തിവെക്കും എന്നൊരു പ്രസ്താവനയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നത്തിലുടനീളം മുഖ്യമന്ത്രി അടുത്ത തെരുവിൽ അടക്കമുള്ളവരാണ് ഈ ബാലുക്കൽ നടത്തിയത്. മുഖ്യമന്ത്രി ഈ കേരളത്തിന് അപമാനമാണെന്നും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കാൻ അർഹത അടക്കമുള്ള പ്രസ്താവന ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന ഈ പ്രസംഗത്തിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി ഈ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ സമാധാനം നടപ്പിലാക്കും എന്നാണ് ഇയാളുടെ ഭീഷണി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പ്രസംഗത്തിന്റെ പല ഭാഗത്തും ഇത്തരം ഒരു പ്രകോപനപരമായ പ്രസംഗം ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു പ്രസംഗത്തിലേക്ക് ഈ ബാലു കലാൽ കൊണ്ടുപോയതും. ഈ കത്തി വെച്ചുകൊണ്ട് തന്നെ സമാധാനം കേരളത്തിൽ കൊണ്ടുവരാൻ യൂത്ത് കോൺഗ്രസിന് മടിയില്ലെന്നും അത് വീണ്ടും വീണ്ടും യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ച് പറയുകയാണെന്നും മുഖ്യമന്ത്രി കാര്യത്തിൽ കത്തിവെക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനമെന്നുമാണ് ഈ പൊതുവേദിയിൽ സംസാരിച്ചുകൊണ്ട് ബാലു കലാൽ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇയാൾ തൃശൂർ കോൺഗ്രസിന്റെ പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറിയും ചേർപ്പ് സർവീസ് സഹകരണ സംഘത്തിന്റെ ഡയറക്ടറുമാണ്. ഒരു വഞ്ചനാണ് ഇത്തരം ഒരു കൊലപാതക ഭീഷണിയുമായി രംഗത്ത് വന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് പൊതുസമൂഹത്തിൽ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാസർഗോഡ് സംഭവം പലരും അവലംബിച്ചതാണ്. അതിന് പിന്നാലെ വലിയ ആക്രമണങ്ങളും വലിയ പ്രതിഷേധവുമാണ് കോൺഗ്രസ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ പലയിടത്തും വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സംസ്ഥാനങ്ങളിൽ പോലും തൃശ്ശൂരിൽ വലിയ ആക്രമണമാണ് ഉണ്ടാക്കിയത്. ഇതിനെ തുടർച്ചയാണ് ഇപ്പോൾ ഇത്തരമൊരു വധഭീഷണി യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. പലതരത്തിലും പല നേതാക്കളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇന്നലെ കാസർഗോഡ് അടക്കം കർണാടക MP അടക്കം അവർ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ എല്ലാം തുടർച്ചയായി തന്നെയാണ് കേരളത്തിലെ മുഴുവൻ CPM നേതാക്കളെയും ഇല്ലാതാക്കുന്നതും അത് മുഖ്യമന്ത്രിയെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ സമാധാനം കൊണ്ടുവരുമെന്നുള്ള പ്രസംഗം ഇപ്പോൾ ഈ ബാലുക്കലാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും പൊതുസമൂഹത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇയാൾക്കെതിരെ ഇപ്പോൾ പോലും നിലവിൽ കേസെടുത്തില്ല. ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നും അന്വേഷണം വിശദമാക്കണമെന്നുള്ള ആവശ്യം CPM പല നേതാക്കളും ഉന്നയിക്കുന്നുമുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇയാൾക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കൊല്ലാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന് തീരുമാനമെന്നും അത് കഴുത്തിൽ കത്തിവെച്ച് യൂത്ത് കോൺഗ്രസ് നടപ്പിലാക്കുമെന്നുമാണ് ഇയാൾ പ്രസംഗത്തിൽ പറഞ്ഞത്. ഈ പ്രസംഗം നമ്മൾ പറഞ്ഞത് അങ്ങോളം ഇങ്ങോളം പലർക്കെതിരെയും കടുത്ത വിമർശനം ഉണ്ടാകുന്നുണ്ട്. പലർക്കെതിരെയും വധഭീഷണി അടക്കമുള്ള ഉണ്ടാകുന്നുണ്ട്. ഈ പ്രസംഗത്തിൽ തന്നെ കോടിയേരി ബാലകൃഷ്ണനെതിരെയും വലിയ പ്രതിഷേധം വലിയ തോതിലുള്ള ഭീഷണിയാണ് ഇയാൾ ഉയർത്തിയത്. തന്നെ കോടിയേരി ബാലകൃഷ്ണനെ പോലും സമ്മതിക്കില്ലെന്നും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ കാലഘട്ട യൂത്ത് കോൺഗ്രസ് അനുവദിക്കണമെന്ന് ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി കത്തിവെക്കുമെന്ന ഭീഷണിയും ഇയാൾ മുഴക്കിയത്.
എന്തായാലും അഭിറാം ദയവായി ലൈനിൽ തുടരുക. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ബാലു കനാൽ പൊതുവേദിയിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന ഭീഷണി നടത്തിയതിന്റെ ഓഡിയോ കേട്ടിട്ട് തിരികെ വരാം. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കാൻ എ വിജയരാഘവൻ കൂടി ചേരുകയാണ്. ശ്രീ വിജയരാഘവൻ, ഇപ്പോൾ കേട്ടത് ഒരു കൊലവിളിയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന കൊലവിളി. ഈ ഒരു കോൺഗ്രസ് ഭീകരതയെ ഏതു തരത്തിൽ വിലയിരുത്തുന്നു? ഇത് കേരളത്തിലെ കോൺഗ്രസുകാർ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നിലവിട്ട് പെരുമാറുകയും നിലവിട്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബോധപൂർവം അക്രമ പരമ്പരകൾ കെട്ടഴിച്ചു വിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവര് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹർത്താലിന്റെ മറവിൽ തന്നെ വലിയ തോതിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ അവർ കെട്ടഴിച്ചു വിടുകയുണ്ടായി. ഒരു പ്രാദേശികമായി സംഭവിച്ച നിർഭാഗ്യകരമായ ഒരു സംഭവത്തെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള വിഷയമാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയും ദുർവിനിയോഗം ചെയ്യുകയാണ്. അതിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് വസ്തുവിന്റെ ഭീഷണികൾ. ഈ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി യൂത്ത് കോൺഗ്രസിനെ കയറൂരി വിട്ടുകൊണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം നിയമസമാധാനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലീസ് വളരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ചാണ്, അതിൽ നിന്ന് രൂപപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ക്രിമിനലുകളെ കെട്ടഴിച്ചു വിടുക എന്ന രാഷ്ട്രീയം കോൺഗ്രസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിലെ ക്രിമിനലുകളാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലാണെങ്കിൽ സ്വന്തം പാർട്ടിക്കാരായ 3 പേരെ കൊലപ്പെടുത്തിയവരാണ് കോൺഗ്രസ് നേതൃത്വം എന്നും കൂടി നമ്മൾ കണ്ടുപോകണം. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അപലപനീയമായ പ്രസംഗത്തെ നമ്മൾ കാണേണ്ടതും പരിശോധിക്കേണ്ടതും. തീർച്ചയായും കോൺഗ്രസിന്റെ ക്രിമിനൽ വൽക്കരണത്തിന്റെ അടയാളം കൂടിയാണ്. തീർച്ചയായും ശ്രീ വിജയരാഘവൻ, നമുക്കറിയാം ഇന്നലെ കാസർഗോഡ് നടന്ന സംഭവങ്ങൾ അറിയാം. വായനശാല അടക്കം കത്തിക്കുന്ന ഒരു സാഹചര്യവും, അതും കെ സുധാകരന്റെ അനുയായികളാണ് ഇത്തരത്തിലൊരു അക്രമത്തിന് അല്ലെങ്കിൽ ഒരു കാസർഗോഡിനെ സംബന്ധിച്ചോളം ഒരു അഴിഞ്ഞാട്ടത്തിന് നേതൃത്വം നൽകിയത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഒരു കൊലവിളി തന്നെ നടത്തുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഇളമുറക്കാരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റല്ല എന്ന് അല്ലേ കരുതേണ്ടത്? പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളടക്കം ഇതേ തരത്തിൽ തന്നെ ഒരു ഭീകരതയുടെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ഭീകരതയിലേക്ക് നീങ്ങുന്ന സാഹചര്യം, അതായത് കോൺഗ്രസിന്റെ മുതിർന്നവരും അതോടൊപ്പം തന്നെ ഇളമുറക്കാരും ഒരേ രീതിയിൽ ഭീകരത സൃഷ്ടിക്കാൻ തുനിഞ്ഞിറങ്ങുന്നു എന്നുള്ള സാഹചര്യം തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു നിര ഈ ക്രിമിനൽ രാഷ്ട്രീയത്തിലൂടെ നേതൃത്വ നിരയിലേക്ക് വന്നവരാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തെ ക്രിമിനലുകൾ കൈയടക്കുന്നു എന്നത് സാധാരണ അനുഭവമാണ്. ഇപ്പോ സുധാകരൻ ഒരു ഉദാഹരണമാണ്. അറിയപ്പെടുന്നത് ക്രിമിനൽ ലീഡർ നേതാവ് എന്നുള്ള നിലയിലാണ് സുധാകരന് കോൺഗ്രസിലുള്ള സ്വാധീനവും സ്വീകാര്യതയും. അതുപോലെ തന്നെയായിരുന്നു ഒരു KPCC സെക്രട്ടറി ഇവിടെ തൃശ്ശൂരില് രാംദാസ്. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് ഏറ്റവും വലിയ ക്രിമിനൽ നടപടികളും ഒരു കൊലപാതകവും സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് DCC സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് MS പ്രസാദിനെ ഓണത്തിന്റെ ദിവസം കൊലപ്പെടുത്തിയത്. അപ്പോ ഇത്തരം സംഭവങ്ങളിൽ സാധാരണ കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് തന്നെ പങ്കെടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്. ആ ഒരു പ്രവർത്തന ശൈലി തുടരാൻ അവര് നിർഭാഗ്യകരമായ കാസർകോട്ടെ ഒരു പ്രാദേശിക സംഭവത്തെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രാദേശികമായി നടന്ന ഒരു സംഭവത്തെ സംസ്ഥാനാടിസ്ഥാനത്തിൽ അക്രമം കെട്ടഴിച്ചതിനു വേണ്ടി ഉപയോഗിക്കുക. അതിന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ കൃത്യമായി രൂപകൽപ്പന ചെയ്ത് താഴെത്തട്ടിലുള്ള യൂത്ത് കോൺഗ്രസുകാരെ കെട്ടഴിച്ചു വിടുക. ആ നിലയിൽ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി തെറ്റായ പ്രചാരവേല നടത്താൻ വേണ്ടിയുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തുക. ആ നിലയിൽ CPM വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തെ ഒരു പ്രാദേശിക സംഭവത്തിന്റെ മറവിൽ സംസ്ഥാന വ്യാപകമായി രൂപപ്പെടുത്താനാകുമോ? മാന്യമായി പ്രവർത്തിക്കുന്ന, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെയും അതിന്റെ മുഖ്യമന്ത്രിയെയും അധിക്ഷേപിക്കാനാവുമോ? രാഷ്ട്രീയമായ ലാഭക്കണക്കിന് വേണ്ടി നടത്തുന്ന തെറ്റായ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക്
പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ. ഭൂരിഭാഗം മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ അവർക്ക് നല്ല പിന്തുണ നൽകിക്കൊണ്ട് തെറ്റായ കാര്യങ്ങൾക്ക് വലിയ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുക. അതുതന്നെയാണ് ശ്രീ എ വിജയരാഘവൻ. നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറിയാണ് ഇയാൾ. അതോടൊപ്പം തന്നെ ചേർപ്പ് സർവീസ് സഹകരണ സംഘം ഡയറക്ടർ കൂടിയാണ് ബാലു കനാൽ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന ഒരു പ്രസ്താവന, കൊലവിളി, അതിന്റെ ഒരു നിയമപരമായ ഗൗരവ സ്വഭാവം അറിയാഞ്ഞിട്ടല്ല അയാൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്ന് തന്നെയല്ലേ നമുക്ക് കരുതേണ്ടത്? ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്ന ഒരാളുടെ പേരിലും കോൺഗ്രസ് പാർട്ടി നടപടി സ്വീകരിക്കാറില്ല. ഇപ്പോ കൊലപാതക കേസിലെ ഒന്നാം പ്രതിയായിരുന്നു ആര്യാടൻ മുഹമ്മദ്. കൊലപാതക കേസിലെ പ്രതിയായിരുന്നു അന്തരിച്ച ശ്രീ കരുണാകരൻ. നമ്മളതിലേക്ക് പോകുന്നില്ല. അപ്പൊ കോൺഗ്രസ് നേതൃത്വത്തിൽ സുധാകരൻ ഇവരൊക്കെ കൊലപാതക കേസുകളിൽ അല്ലെങ്കിൽ പ്രമാദമായ ക്രിമിനൽ കേസുകളിൽ കൃത്യമായ അക്രമത്തിന് നേതൃത്വം കൊടുത്ത് പ്രതികളായവരാണ്. ആ നിലയിൽ തന്നെയുള്ള ഒരു സംഘത്തെയാണ് യൂത്ത് കോൺഗ്രസിൽ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ആ യൂത്ത് കോൺഗ്രസിലെ കൊലയാളി സംഘത്തിന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്നുള്ളതിന്റെ പേരിൽ ഈ നേതാവിനെതിരായിട്ട് ഒരു നടപടിയും കോൺഗ്രസ് സ്വീകരിക്കില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവത്തിന്റെ മറവിൽ അത് പരമാവധി ക്രിമിനൽ നടപടികൾ നാട്ടിൽ നടത്താൻ, മുഖ്യമന്ത്രിയെ പോലും ഭീഷണിപ്പെടുത്താൻ, ഏറ്റവും തെറ്റായ പ്രസംഗങ്ങൾ നടത്താൻ, ഇതൊക്കെ അവർ തയ്യാറായിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണത്. മാത്രമല്ല മാധ്യമങ്ങൾ ഇവർക്ക് പിന്തുണ നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അപ്പൊ ഇവരുടെ ക്രിമിനൽ നടപടികളിലേക്ക് കേരളീയ പൊതുസമൂഹത്തെ കൊണ്ടുപോകാൻ, കൃത്യമായ അക്രമ പരമ്പരകൾ കെട്ടഴിച്ചുവിടാൻ അതിനുവേണ്ടിയുള്ള ആഹ്വാനം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രസംഗമാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇപ്പോൾ നമ്മൾ കേട്ടത്. പക്ഷെ ഈ നാട് അത് അംഗീകരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല. ഇവരുടെ പ്രചാരവേല കൊണ്ട് കേരളത്തിലെ നല്ല ജനകീയ പിന്തുണയുള്ള CPIM-നെ ആകെ തകർത്ത് കളയാം എന്ന വ്യാമോഹം പ്രാവർത്തികമാക്കാനും പോകുന്നില്ല. ജനങ്ങൾ എല്ലാവരെയും കണ്ടു പരിചയിച്ചിട്ടുള്ളവരാണ്. കോൺഗ്രസ് നേതൃത്വം ഇ പി ജയരാജനെ വെടിവെക്കാൻ ആളെ പറഞ്ഞയച്ച നേതാക്കന്മാരാണ്. കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നവരാണ്. അതൊക്കെ കേരളീയ സമൂഹം കണ്ടിട്ടുള്ളതാണ്. ആ സമൂഹത്തിന്റെ മുന്നിൽ ഇപ്പോ ഒരു വേഷം കെട്ട് നടത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് രക്ഷപ്പെടാനാവും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. നിർഭാഗ്യകരമായ സംഭവങ്ങളെ ആ നിലയിൽ നിയമപരിപാലനത്തിന്റെ രൂപത്തിൽ കൈകാര്യം ചെയ്യുക എന്നതല്ലാതെ മുഖ്യമന്ത്രിക്ക് നേരെ പോലും ഭീഷണിപ്പെടുത്താനുള്ള മൗലിക അവകാശമാണ് എന്ന തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് സമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. ശ്രീ എ വിജയരാഘവൻ, ഒരു കാര്യം കൂടി നമുക്കറിയാം. ശബരിമല വിഷയം വന്നപ്പോൾ RSS ആകട്ടെ വിശ്വാസികളുടെ പരിവേഷം അണിഞ്ഞ് അക്രമം വിധിച്ചു. ഇപ്പോൾ ഒരു പ്രാദേശിക വിഷയത്തിൽ കോൺഗ്രസും. അതുകൊണ്ട് തന്നെ നിലവിലെ ഒരു സാഹചര്യത്തെ ഒരേ നാണയത്തിന്റെ ഇരുഭാഗങ്ങളായി കോൺഗ്രസും RSS-ഉം മുന്നോട്ട് നീങ്ങുന്നു എന്നതല്ലേ നിലവിലെ സാഹചര്യം? അവസാനത്തെ ഉദാഹരണമായി കണക്കാക്കേണ്ടതല്ലേ? ഈ രണ്ട് സംഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അധിക്ഷേപിക്കാനും അതിനെതിരായി മോശമായ പ്രചാരവേലകൾ നടത്താനുമാണ് ഇവർ ശ്രമിക്കുന്നത്. രണ്ടും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്ല. ഒന്ന് ഒരു പ്രാദേശികമായി സംഭവിച്ച സംഘർഷത്തിന്റെ തുടർച്ചയിലുണ്ടായ ഒരു കൊലപാതകമാണ്. ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കാറുണ്ട്. അതിൽ പെട്ട ആളുകൾ രാഷ്ട്രീയ പാർട്ടി CPM-ന്റെ അനുഭാവികളായി പോയിരുന്നതിന്റെ മറവിലാണ് അത് പൂർണ്ണമായി CPM വിരുദ്ധമായിട്ട് അവർ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശബരിമലയാകട്ടെ വിശ്വാസ പ്രശ്നത്തിൽ CPIM-ഓ അല്ലെങ്കിൽ കേരള ഗവൺമെന്റോ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ല. സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടതാണ്. അടിസ്ഥാനപരമായി സൂക്ഷ്മമായും നമ്മൾ പരിശോധിച്ചാൽ ഇത് ഗവൺമെന്റുമായോ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPIM-ഉമായോ നേരിട്ട് ബന്ധമുള്ള പ്രശ്നങ്ങളല്ല. പക്ഷേ സംഘപരിവാറും കോൺഗ്രസും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയ ഒരു അജണ്ടയിൽ ഇത് നടപ്പിലാക്കുകയാണ്. മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ വലിയ തോതിൽ അതിനവർക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പരസ്പര യോജിപ്പുണ്ടാക്കാനുള്ള BJP-ക്കും കോൺഗ്രസിനും പരസ്പര യോജിപ്പുണ്ടാക്കാനുള്ളതും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബദൽ രാഷ്ട്രീയം ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനും അതിനെ തമസ്കരിക്കാനുമാണ് ഈ പ്രവർത്തനം. അടിസ്ഥാനപരമായി RSS-നെയും കോർപ്പറേറ്റ് മുതലാളിമാർക്കും വേണ്ടിയുള്ള പ്രചാരവേലയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ്. ഈ കൊല്ലപ്പെട്ട ആളുകളോടോ ആ പ്രശ്നത്തോടോ ഉള്ള നീതി പുലർത്തി യഥാർത്ഥത്തിൽ നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കണം എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റിന്റെ ആത്മാർത്ഥമായ സമീപനത്തിന്റെ അപ്പുറത്ത് സ്വാർത്ഥ താല്പര്യപരമായ രാഷ്ട്രീയ അജണ്ടകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ BJP-ക്കും കോൺഗ്രസിനും ഉള്ളത്. വളരെ നന്ദി ശ്രീ എ വിജയരാഘവൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വധഭീഷണി, കൊലവിളി കേട്ടിട്ട് മടങ്ങിവരാം. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും. യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ
ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരുവിധ സംശയവും വേണ്ട. വിശദാംശങ്ങൾ നൽകാൻ വീണ്ടും അഭിറാം ചേരുകയാണ്. അഭിറാം, യൂത്ത് കോൺഗ്രസിന്റെ ഉപവാസ സമരത്തിലായിരുന്നല്ലോ ഇയാൾ ഇത്തരത്തിലൊരു കൊലവിളി നടത്തിയത്. ഈ ഒരു വേദിയിൽ, ഉപവാസ വേദിയിൽ മറ്റു നേതാക്കൾ ആരെല്ലാം ഉണ്ടായിരുന്നു? ഇത് തൃശൂർ ജില്ലാ കമ്മിറ്റി, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അപ്പൊ ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ വേദിയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ പ്രമുഖ നേതാക്കളെയും വേദി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ നേതാവ് വധഭീഷണി മുടക്കിയത്. യൂത്ത് കോൺഗ്രസ് മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇത്തരത്തിൽ സമാധാനം സൃഷ്ടിക്കാൻ കഴിയൂവെങ്കിൽ അതിന് കത്തിയുമായി ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ആ കത്തി പിണറായിന്റെ കഴുത്തിൽ തന്നെ വെക്കാനും യൂത്ത് കോൺഗ്രസ് തയ്യാറാകുമെന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു ഈ ബാലു. എന്തായാലും ഈ പ്രസംഗത്തിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ രംഗത്ത് വന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഇയാൾ പ്രസംഗം നടത്തിയത് കോൺഗ്രസിന്റെ കൂടെ അറിവുകയാണെന്ന് നമുക്ക് പറയേണ്ടത്. കാരണം ഇയാൾ നമ്മൾ പലപ്പോഴായി പറഞ്ഞത് തന്നെ ജില്ലയിലെ പ്രമുഖനായ നേതാവാണ്, ഒരു സാധാരണ പ്രവർത്തകനല്ല, യൂത്ത് കോൺഗ്രസിന്റെ മാത്രം ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയുമല്ല, ഈ ഒരു ബാങ്കിന്റെ ചുവട് അടക്കം വഹിക്കുന്ന വ്യക്തിയാണ്. തൃശ്ശൂരിലെ പാർലമെന്ററി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഈ ബാലു. അത്തരത്തിൽ ഈ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഏറ്റവും അടുത്ത ഒരു നേതാക്കളുടെ ഏറ്റവും അടുത്ത അനുയായി കൂടിയാണ് ഇയാൾ. അപ്പോൾ എല്ലാ നേതാക്കളുമായി വ്യക്തമായി പങ്കുള്ള അല്ലെങ്കിൽ വ്യക്തമായി അടുപ്പമുള്ള ഒരു വ്യക്തി നടത്തിയ ഭീഷണിയാണിത് എന്നത് ഈ ഭീഷണിയുടെ ഏറ്റവും വലിയ രൂക്ഷത കൈവരുന്നതാണ്. കാരണം ഇത്തരത്തിൽ തൊട്ടാകെയുള്ള നേതാക്കളുടെ അഭിപ്രായം ഇതാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയം ഇതാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ എല്ലാ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവ് സംസ്ഥാന വകുപ്പിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അതും കത്തി കഴുത്തിൽ വയ്ക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയിലെ എല്ലാ പ്രമുഖ നേതാക്കളും ഇരിക്കുന്ന വേദിയിൽ തന്നെയാണ് ഇയാൾ ഈ പ്രസംഗം നടത്തിയതെന്നും ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ പ്രസംഗത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈയ്യടിയോടെ സ്വീകരിച്ചതെന്ന് ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിലെ വലിയ അക്രമവാസം നമ്മൾ ഈ ഏതാനും ദിവസങ്ങളായി കണ്ടതാണ്. കാസർഗോഡ് വിഷയത്തിന്റെ പേരിൽ സംസ്ഥാനം ഒട്ടാകെ വലിയ അക്രമങ്ങൾ യൂത്ത് കോൺഗ്രസ് അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള അക്രമങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലയിലും വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസ് അക്രമം അഴിച്ചുവിട്ടു. സാഹിത്യ അക്കാദമിയിൽ കടന്നു കയറി സംസ്ഥാന തെറി വിളിച്ചു, അവിടെ കല്ലേറി ഉണ്ടായി. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ എന്ന രീതിയിൽ വലിയ അക്രമങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ജില്ലയിൽ അയച്ചുവിട്ടത്. ഈ അക്രമമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കമുള്ളവർ അപലപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം അക്രമം ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഇതിന്റെ എല്ലാം ബാക്കിയാണ് ഇപ്പോൾ ഈ ഒരു വധഭീഷണി ഇയാൾ മുഴക്കിയിരിക്കുന്നതും. ഈ മുഖ്യമന്ത്രി കത്തിവെക്കുമെന്ന പ്രസ്താവനയെ ഇതുവരെ ആരും തള്ളിപ്പറയുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഒരു കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ഈ പ്രസംഗത്തിൽ ഇതുവരെയും പരസ്യമായി തള്ളി പറഞ്ഞിട്ടുമില്ല. അതായത് കോൺഗ്രസിന്റെ മൗനാനുവാദത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് ഇത്തരം ഒരു പ്രസംഗത്തിലേക്ക് മുതിർന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. വെറും ഒരു പ്രസംഗത്തിനപ്പുറത്തേക്ക് സംസ്ഥാന നേതാവ് തന്നെ ഈ പ്രസംഗം ആവർത്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെന്ന് എടുത്തു പറയുമ്പോൾ അതിന്റെ രൂക്ഷത നമുക്ക് ശ്രദ്ധിക്കേണ്ടതായി വരും. മുഖ്യമന്ത്രി ജീവന് ഭീഷണിയുണ്ടെന്ന് പറയേണ്ടതായി വരും. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിയാണോ ഇയാൾ ഇപ്പോൾ ഈ പൊതുവേദിയിൽ പറഞ്ഞതെന്ന് നമുക്ക് അറിയേണ്ടതായി വരും. എന്തായാലും ഈ പ്രസംഗത്തെ ഇതുവരെ യൂത്ത് കോൺഗ്രസോ കോൺഗ്രസ് തള്ളി പറഞ്ഞില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ആര് തള്ളി പറയാത്തപ്പോൾ തന്നെ ഇതിനൊരു അംഗീകാരം കോൺഗ്രസ് നൽകുകയാണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇതുവരെ ആര് പ്രതികരിച്ചാൽ തന്നെ ഈ വിഷയത്തിൽ ഇതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനകത്തുള്ളത്. അഭിറാമിലേക്ക് തിരികെ വരാം. ഇപ്പോൾ കാസർഗോഡ് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ സണ്ണി ജോസഫ് കൂടി ചേരുകയാണ്. സണ്ണി, കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാസർഗോഡ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിതച്ച അക്രമങ്ങളുടെ ഒരു തീവ്രത നമുക്കറിയാം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് തൃശൂരിൽ മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന കൊലവിളി വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാസർഗോഡ് ഏത് തരത്തിലുള്ള അതിക്രമങ്ങളുമായിട്ടാണ് കോൺഗ്രസ് ജില്ലയിൽ പിടിമുറുക്കിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റി, ബാലു കനാലിന്റെ ഭീഷണി ഇന്നാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ കാസർഗോഡ് രണ്ടുപേര് കൊല്ലപ്പെടാൻ ഇടയായ നിർഭാഗ്യകരമായ സംഭവത്തെ തുടർന്ന് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം തന്നെ നിയമം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കെ സുധാകരനും അതുപോലെ തന്നെ കെ മുരളീധരനും നേരത്തെ തന്നെ ഇതുപോലത്തെ ആഹ്വാനം നൽകിയിരുന്നു. കാസർഗോഡ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ, കോൺഗ്രസ് നടത്തിയ ഒരു മാർച്ചില് കെ മുരളീധരൻ, കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവാണ്, അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ നിയമം കയ്യിലെടുക്കണം, ഏറ്റവും വരെ ഞങ്ങൾ പോകാൻ നിർബന്ധിതരാകും. സുഭാഷ് ചന്ദ്രബോസ് നിയമം കയ്യിലെടുക്കണമെന്ന് കോൺഗ്രസിന്റെ പഴയകാല പ്രസിഡന്റായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന നിലയിൽ കെ മുരളീധരൻ പറഞ്ഞിരുന്നു. അതിനു മുമ്പ് ഈ കൊല നടന്ന ഉടനെ തന്നെ കെ സുധാകരൻ
ഫേസ്ബുക്ക് പോസ്റ്റിംഗിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം, അത് ഏതറ്റം വരെയാവാം, അനുയായികൾ ശക്തമായി പ്രതിഷേധിക്കണം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രതിഷേധ നടപടികൾക്കും പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അന്ന് തന്നെയാണ് കാസർഗോഡ് പെരിയ കല്യോട്ട് മേഖലകളിൽ ഏതാണ്ട് 5 കോടി രൂപയുടെ നാശനഷ്ടം വരുത്തുന്ന രീതിയിൽ വീടുകൾ കൊള്ളയടിച്ചതും കടകൾ തീയിട്ടതും വീടുകൾ തീയിട്ടതും അതുപോലെ തന്നെ വാഹനങ്ങൾ നശിപ്പിച്ചതും പാർട്ടി സ്ഥാപനങ്ങൾ നശിപ്പിച്ചതും വായനശാലകൾ നശിപ്പിച്ചതെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. അപ്പൊ മാത്രമല്ല, മുഖ്യമന്ത്രി ഏതെങ്കിലും കാരണവശാൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ നിക്ഷേപിക്കാൻ അപമാനിക്കാനുള്ള നീക്കവും കൂടി നടത്തിയതായി പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ചാണകവെള്ളം കലക്കി അധിക്ഷേപിക്കാൻ പ്രത്യേകം സ്ത്രീകളെ തന്നെ ആസൂത്രണം ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വവും ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു നെക്സസ് ഗൂഢാലോചനയും ആസൂത്രണം ഇതിലുണ്ട്. മുഖ്യമന്ത്രിയെ കാസർഗോട്ട് അപകീർത്തിപ്പെടുത്തുവാനോ അപമാനിക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്തു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റി, സണ്ണി ജോസഫ്, അത് തന്നെയാണ് ഇതിനെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്താൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം രംഗത്തെത്തിയിട്ടില്ല. അതിനർത്ഥം തീർച്ചയായിട്ടും ഇവരുടെ യുവ നേതാക്കൾക്ക്, ഇളം തലമുറക്കാർക്ക് ഇത്തരത്തിലൊരു ഭീകരതയിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള വ്യക്തമായ ഒരു സാഹചര്യം മുതിർന്ന നേതാക്കളുടെ അറിവോടെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് തന്നെയല്ലേ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ക്രിസ്റ്റി, അതാണ് നാം ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. കാരണം കോൺഗ്രസിന്റെ ഉയർന്ന നേതാക്കൾ ആരും തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന അതിരുവറ്റ അക്രമങ്ങള് ഒന്നും തന്നെ അപലപിക്കുകയോ അല്ലെങ്കിൽ CPM പ്രവർത്തകരുടെ വീടുകൾക്കും കടകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ നേരെ, പ്രത്യേകിച്ച് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയൊക്കെ പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥശാല കത്തിച്ചിട്ട് അതിലെന്തെങ്കിലും ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് പോട്ടെ നേതൃത്വത്തിലുള്ള ആളുകളെങ്കിലും തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്നലെ തന്നെ പി കരുണാകരൻ എംപിയുടെ നേതൃത്വത്തിൽ CPM-ന്റെ ജില്ലയിലെ വളരെ മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികളൊക്കെ MLA-മാർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ CPM-ന്റെ ആക്രമിക്കപ്പെട്ട സ്ഥാപനങ്ങളും വീടുകളൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൊലപാതകം നടന്ന ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിലാണ് അവർ പോകുന്നത്. അതുവരെ ആ പ്രദേശത്തേക്ക് പ്രകോപനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരത്തെ മാനിച്ച് അവർ മാറി നിന്നിരുന്നു. പിന്നീട് പോലീസിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടിയാണ് അവിടെ പോയത്. അപ്പോൾ തന്നെ അവിടെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടി അവിടെ നടന്നത്. ഏതാനും പ്രവർത്തകരെ അവിടെ അണിനിർത്തി നേതാക്കളെ തെറി പറഞ്ഞും മറ്റും അധിക്ഷേപിക്കുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും കയ്യേറ്റം ചെയ്യാനുള്ള ഒരു വിഫല ശ്രമം, അവരുടെ വാഹനങ്ങൾ തടയാനുള്ള വിഫല ശ്രമം, സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനും അതിലൂടെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുവാനും അതിന് ചില മാധ്യമ പ്രവർത്തകരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ റിപ്പോർട്ടർ ഹാജരായി പ്രത്യേകം നിയോഗിക്കുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയിൽ കോൺഗ്രസ് പെരിയ കല്യോട്ട് പ്രദേശങ്ങളിൽ നടക്കുന്നു. ഇന്നലെ അതിന് സ്ത്രീകളെ തയ്യാറാക്കി നിർത്തിയത് പോലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ താല്പര്യപ്രകാരമായിരുന്നു എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ആ നിലയിൽ ഒരു മാധ്യമ സംഘവും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും നടത്തുന്ന ആസൂത്രണങ്ങളാണ് ഇത്തരം അതിരുവിട്ട പ്രതിഷേധങ്ങൾക്കും ആക്രമണങ്ങൾക്കും വഴിവെക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ക്രിസ്റ്റി, കാസർഗോഡ് കോൺഗ്രസ് നടത്തിയ അതിക്രമങ്ങൾ സണ്ണി ജോസഫ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. വളരെ രൂക്ഷമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് ആഞ്ഞാഞ്ഞ് ആവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ആവർത്തനം കൊണ്ട് തന്നെ വ്യക്തമാകും. അറിയാതെ സംഭവിച്ച വികാരത്തിന്റെ പുറത്തുണ്ടായ ഒരു പ്രതിഫലനമല്ല, വളരെ വ്യക്തമായ മുതിർന്ന നേതാക്കളുടെ എല്ലാത്തരം പിന്തുണയോടും കൂടിയുള്ള ഒരു കൊലവിളി, യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലവിളിയിലേക്ക്. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ അഭിറാം ചേരുകയാണ്. അഭിറാം, നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വധഭീഷണി ഉണ്ടായത് അല്ലെങ്കിൽ കൊലവിളി ഉണ്ടായത് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവും അത്തരത്തിൽ വളരെ ഉറച്ച ഭാഷയിൽ തന്നെയാണ് കൊലവിളി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടിനും, സംഘപരിവാറിനും യൂത്ത് കോൺഗ്രസിനും എല്ലാം ഒരേ നിറത്തിലേക്ക് അല്ലെങ്കിൽ ഒരേ സ്വഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ പല ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമായി ഇതിനെ കണക്കാക്കേണ്ട സാഹചര്യമല്ലേ ഉള്ളത്?
തീർച്ചയായും കൃഷ്ണ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് പലപ്പോഴായി എടുത്ത സമീപനങ്ങളും നിലപാടുകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. നിലവിൽ കോൺഗ്രസ് പറയുന്നത് തങ്ങളുടെ പ്രവർത്തന രീതി അക്രമമല്ലെന്നും തങ്ങൾ ഗാന്ധിസമാണ് ഇപ്പോഴും പിന്തുടരുന്നതാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ അവകാശം. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം എന്താണ് കേരളത്തിൽ നടന്ന കലാപങ്ങളും കൊള്ളിവെപ്പുകളും നിരവധി ഇവരെ അഗ്നിക്കിരയാക്കുന്നു, കൊള്ളയടിക്കപ്പെടുന്നു, നിരവധി ആളുകൾ അക്രമിക്കുന്നു. അതൊരു വലിയ കലാപമാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അടക്കം കേരളത്തിലെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് അയച്ചുവിടുന്നത്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അടക്കം, അതായത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം വധഭീഷണി ഉണ്ടായത്. അഭിറാം ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ ശ്രീ എം സ്വരാജ് കൂടി ചേരുകയാണ്. ശ്രീ എം സ്വരാജ്, വളരെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ആക്രോശം. താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു ഓഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്യുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരു സംശയവും വേണ്ട. ശ്രീ എം സ്വരാജ്, ഇപ്പോൾ കേട്ടത് ബാലു കനാലിന്റെ കൊലവിളിയാണ്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെയുള്ള കൊലവിളി. ഈ കോൺഗ്രസിന്റെ നയം, ഈ ഒരു വ്യക്തമായ കൊലവിളിയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസിന്റെ നയം എന്താണെന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അത്ഭുതമൊന്നും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ, പത്രങ്ങളും ചാനലുകളും കോൺഗ്രസിനെ ശരിയായി തുറന്നു കാണിക്കാതിരിക്കുകയും കോൺഗ്രസിന്റെ സമാധാനത്തിന്റെ മേലങ്കി പുതപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ചരിത്രമല്ലാതെയാവില്ലല്ലോ. കോൺഗ്രസിന്റെ ചരിത്രം മനുഷ്യന്റെ ചോരയിൽ സ്നാനം ചെയ്തെടുത്ത ചരിത്രമാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്തവരാണ് കോൺഗ്രസ് എന്ന് കേരളത്തിലും ഇന്ത്യയിലും തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം അറിയുന്നതും ഇപ്പൊ മുഖ്യധാരാ ചാനലുകളും പത്രങ്ങളും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു MLA കൊല്ലപ്പെട്ടത് കേരളത്തിലാണ്. സഖാവ് കുഞ്ഞാരിയെ വെടിവെച്ച് കൊന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുൻ MLA കൊല്ലപ്പെട്ടതും കേരളത്തിലാണ്. അബ്ദുൽ ഖാദർ, തൃശ്ശൂര് കൊടുങ്ങല്ലൂർ MLA ആയിരുന്നു അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതാണ് കോൺഗ്രസ്. അദ്ദേഹം കോൺഗ്രസിന്റെ MLA ആയിരുന്നു. പക്ഷെ കോൺഗ്രസ് വിട്ട് DCC പ്രസിഡന്റ് ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം CPM ചേർന്നു. CPM ചേർന്നതിന്റെ 40-ാം നാൾ വെടിവെച്ച് കൊല്ലുകയാണ് അദ്ദേഹത്തെ ചെയ്തത്. ഇങ്ങനെ ഒരുപാട് ആക്രമണങ്ങൾ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത് ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. സിഖ് കൂട്ടക്കൊല നമ്മുടെ മുമ്പിലുണ്ട്. HKL ഭഗത്ത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. സജ്ജൻകുമാറും ജഗദീഷ് ടൈറ്റിലറും എല്ലാം നേതൃത്വം കൊടുത്ത ആ നരഹത്യ, ആ കൂട്ടക്കൊല നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ചതാണ്. വംശഹത്യയാണല്ലോ അന്ന് അവിടെ നടന്നിരുന്നത്. ഇതേപോലെ എത്രയോ സംഭവമുണ്ട്. ഇപ്പോ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഇപ്പൊ നമ്മുടെ ധീര ജവാന്മാരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം മുഴുവൻ വികാരപരമായി കാണുന്ന ഒരു പ്രശ്നമാണല്ലോ. ആ ജെയ്ഷെ മുഹമ്മദാണ് മുൻപ് നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയി കണ്ടഹാറിൽ കൊണ്ടുപോയി വിലപേശി അവരുടെ ക്രിമിനൽ നേതാവിനെ വിടുവിച്ചത്. ജെയ്ഷെ മുഹമ്മദ് വിമാനം തട്ടിക്കൊണ്ടുപോയി വിലപേശിയത് കോൺഗ്രസിനെ കണ്ടുപിടിച്ചിട്ടാണ്. ആ ചരിത്രമൊന്നും ഇവിടെ പലരും ഇപ്പോ ഓർക്കുന്നില്ല. യാത്രാ വിമാനം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി തട്ടിക്കൊണ്ടുപോയി വിലപേശിയത് കോൺഗ്രസ് ആണ്. 1978 കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്ന ഭോലാനാഥ് പാണ്ഡെയും ദേവേന്ദ്ര പാണ്ഡെയും ചേർന്നാണ് കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയിരുന്ന 132 യാത്രക്കാരുമായി പോയിരുന്ന ഒരു വിമാനം റാഞ്ചി ലക്നൌവിലേക്ക് കൊണ്ടുപോയി വിലപേശിയത്. സഞ്ജയ് ഗാന്ധിയുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കണമെന്നും ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുമായിരുന്നു അവരുടെ ആവശ്യം. ഈ രണ്ട് പ്രതികളെ, വിമാനം റാഞ്ചി 132 മനുഷ്യരുടെ ജീവൻ വെച്ച് വിലപേശിയ ഈ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ കോൺഗ്രസ് പിന്നീട് MP-യും മന്ത്രിയും അവരുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഒക്കെയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഒരു കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച് ജീവപര്യന്തം തടവ് അനുഭവിച്ച് കോടതി പ്രതി കുറ്റവാളിയാണ് എന്ന് സംശയരഹിതമായി തെളിഞ്ഞ കേസാണ് മമ്പ്ര ദിവാകരന്റെ കേസ്. ആ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച മമ്പ്ര ദിവാകരനെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ഞാനിത് ചരിത്രം പറയാണ്, നിങ്ങളുടെ സമയം കൂടുതൽ അപഹരിക്കുന്നില്ല. ഇതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ നേതാവാണ് ഇപ്പൊ പ്രസംഗിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കും എന്ന്. ഇതിലും അത്ഭുതമില്ല. മുഖ്യമന്ത്രിയുടെ ജീവൻ എടുക്കാൻ കുറെ ശ്രമിച്ചതല്ലേ.
ഇവരുടെ നേതാവ് വാടക കൊലയാളിയെ തോക്കും പണവും കൊടുത്ത് പറഞ്ഞയച്ചതാണ് പണ്ട് പിണറായിയെ വെടിവെച്ചു കൊല്ലാൻ. അന്ന് പിണറായി മുൻകൂട്ടി തീരുമാനിച്ച യാത്രാ പരിപാടിയിൽ നിന്ന് മാറി ഇടയ്ക്ക് ബോംബെയിൽ ഇറങ്ങിയത് കൊണ്ടാണ് പിണറായിയെ കിട്ടാതെ ട്രെയിനിൽ വെച്ച് സഖാവ് ഇ പി ജയരാജനെ വെടിവെച്ചത്. അദ്ദേഹം ഇന്ന് ശിരസിൽ വെടിയുണ്ടയും പേറി വൈദ്യശാസ്ത്രത്തിന് അത്ഭുതമായി ജീവിക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ജീവൻ എടുക്കാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചവരാണ് കോൺഗ്രസ്. അതിന്റെ ഒരു നേതാവ്, ഒരു യൂത്ത് വിഭാഗത്തിന്റെ നേതാവ് ഇപ്പോ ആ കാര്യം മനസ്സിലെ ഉള്ളിലിരിപ്പങ്ങ് പറഞ്ഞു വന്നേ ഉള്ളൂ. നമ്മുടെ കാലം, നമ്മുടെ ജനാധിപത്യം നന്നായി ചർച്ച ചെയ്യേണ്ടതാണിത്. ഇത്തരത്തിൽ അക്രമ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യമുള്ള കോൺഗ്രസ് ഇപ്പോഴും ആ കൊലക്കത്തി താഴെ വെച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയെ തന്നെ കൊല്ലാൻ തയ്യാറെടുക്കുന്നു എന്നുമുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുമാണ്. തീർച്ചയായും ശ്രീ എം സ്വരാജ്, ഈ നാട് ഈ ഒരു കൊലവിളി ഒരിക്കലും അംഗീകരിക്കില്ല. എന്നാൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കാൻ യാതൊരു ആശങ്കകളുമില്ലാതെ പറയുന്ന സാഹചര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൽ തള്ളി പറഞ്ഞുകൊണ്ടോ, ഈ ഒരു പ്രസംഗത്തെ തള്ളി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണമായിട്ടോ കോൺഗ്രസിന്റെ ഒരു നേതാക്കളും രംഗത്ത് വന്നിട്ടില്ല, വരികയുമില്ല. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളുടെ അറിവോടെ കൂടുതൽ കോൺഗ്രസിന്റെ അനുയായികളെ അല്ലെങ്കിൽ ഇളമുറക്കാരെ ഭീകരതയിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ആഹ്വാനം നൽകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെയല്ലേ ഇതിനെ കരുതേണ്ടത്? അതില് ഒരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്. വളരെ പ്രകടമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണത്. നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ ഒരു നാട്യമാണ് അവർ കാണിക്കുന്നത്. ഇപ്പോ ഇന്നത്തെ മന്ത്രി ബഹുമാന്യനായ ശ്രീ എം മണിക്കെതിരെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ എത്ര വേട്ടയാടൽ നടന്നു കേരളത്തിൽ. മാധ്യമ വേട്ടയാടലും ആ മാധ്യമ വേട്ടയാടലിന്റെ ചുവട് പിടിച്ച് പോലീസ് നടപടിയും ഉണ്ടായി. അദ്ദേഹത്തെ ജയിലടച്ചു. അന്ന് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയതാണ്. ആ പ്രസംഗത്തോട് നമുക്ക് യോജിപ്പില്ല, അത് തള്ളിപ്പറയേണ്ട പ്രസംഗമാണ്. പക്ഷെ മറന്നുപോയൊരു കാര്യം, അദ്ദേഹം പ്രസംഗിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സഹോദരൻ രക്തസാക്ഷിയാണ്. ഈ കോൺഗ്രസുകാർ വെട്ടിക്കൊന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ രക്തസാക്ഷിയാണ്, വെട്ടിക്കൊന്നതാണ്. 2 രക്തസാക്ഷികളുള്ള വീട്ടിലെ ഒരു അംഗമാണ് ശ്രീ എം മണി. അദ്ദേഹത്തിന്റെ പ്രസംഗം അതുകൊണ്ട് ന്യായീകരിക്കപ്പെടരുത്. പക്ഷേ അതേപോലെ പ്രസംഗിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആളാണ് എം ഹസൻ. ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എം ഹസനെതിരെ ഒരു ചർച്ചയും കേരളത്തിൽ ഉണ്ടായില്ല, ഒരു കേസും ഉണ്ടായില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ വീണ്ടും കൊലവിളി നടത്തി. അദ്ദേഹത്തിനെതിരെ ഒരു ചർച്ചയും കേരളത്തിൽ ഉണ്ടായില്ല. ഇപ്പൊ ഈ കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചിരിക്കുന്നു, അയാൾക്കെതിരെയും ഒരു ചർച്ചയും കേരളത്തിൽ ഉണ്ടാവില്ല. അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം, അവരുടെ നേർക്കാഴ്ച മറച്ചു എന്നതിന്റെ ഒരു തെളിവാണ്. പക്ഷെ കേരളീയ സമൂഹം ഇത് കാണും, കേരളത്തിലെ ജനങ്ങൾ ഇത് കാണും. ഇത് കോൺഗ്രസ് നേതാവിന്റെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു പ്രസംഗം മാത്രമല്ല, അവർ ഇതിനു മുൻപ് പിണറായിയുടെ തന്നെ ജീവനെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും ആ പരാജയത്തിന്റെ തെളിവായി ഇന്നും ശിരസിൽ വെടിയുണ്ടയുമായി ഇ പി ജയരാജൻ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ശരിയായി മനസ്സിലാക്കും. അതുകൊണ്ടാണല്ലോ മനോരമയും മാതൃഭൂമിയും ഇത്രമാത്രം അധ്വാനിച്ചിട്ടും കേരളത്തിൽ ഇപ്പോ കോൺഗ്രസ് അല്ലല്ലോ ഭരിക്കുന്നത്. അവരെ എവിടെ ഇരുത്തണമെന്ന് കേരളത്തിലെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നത് അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഇതിൽ പ്രതീക്ഷ വയ്ക്കുന്നത് കേരളീയ സമൂഹത്തിലാണ്. കേരളീയ സമൂഹം വിലയിരുത്തട്ടെ ഇത്തരത്തിലുള്ള കൊലവിളികളുടെ സ്ഥാനം എവിടെയാണ്. ഇത്തരത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അക്രമകാരികളെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനെ ഏത് രീതിയിലാണ് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തേണ്ടത് എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. എനിക്കതിൽ നല്ല വിശ്വാസമാണുള്ളത്. വളരെ നന്ദി ശ്രീ എം സ്വരാജ് എം എൽ എ. ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെയേറെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം. സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ പി മോഹനെ യൂത്ത് കോൺഗ്രസുകാർ ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പുതിയകാവിന് സമീപമായിരുന്നു സംഭവം. സാഹിത്യ ശില്പശാലയിൽ പങ്കെടുത്ത് മടങ്ങുന്ന വഴി വാഹനം തടഞ്ഞു നിർത്തിയാണ് യൂത്ത് കോൺഗ്രസുകാർ കയ്യേറ്റത്തിന് ശ്രമിച്ചത്. വിശദാംശങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, നിലവിലെ ഒരു സാഹചര്യം അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു കൊലവിളി നടത്തുന്ന സാഹചര്യം, അതും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്ന്. സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ പി മോഹനെ യൂത്ത് കോൺഗ്രസുകാർ ആക്രമിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും എല്ലാം സജീവമായി ഭീകരതയുമായി ഈ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം, ഇതിന് പിന്നിലെ ഒരു രാഷ്ട്രീയത്തെ ഏത് തരത്തിൽ വിലയിരുത്താം? ഇത് ജനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും തിരസ്കരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വീണുകിട്ടിയ അവസരമെന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ അക്രമ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് അക്രമത്തിലൂടെ ഒന്ന് കയറി വരാനായി യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം അത് കെ സുധാകരന്റെ ഒരു അക്രമ ആഹ്വാനം അതുകൂടി ഏറ്റെടുത്തുകൊണ്ടാണ്
കരുനാഗപ്പള്ളിയിൽ ഇത് പുതിയാവിൽ വെച്ച് KP മോഹനനെ ഒരു സംഘം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാർ തടഞ്ഞു നിർത്തി. ഇതില് ചിലർക്ക് പങ്കുണ്ട്. ഇദ്ദേഹം വരുന്ന വഴി അത് പൂർണ്ണമായും മനസ്സിലാക്കി അതിൽ എവിടെ നിന്നാണ് ഇവർക്ക് അതിന്റെ വിവരങ്ങൾ കൈമാറിയത്, അത് ഏതെങ്കിലും പോലീസ് സംവിധാനത്തിൽ നിന്ന് അത് ചോർന്നു കിട്ടിയതാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം വരുന്ന വഴി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കാത്തു നിൽക്കുകയും ചില മാധ്യമ പ്രവർത്തകരെ മാത്രം അവിടെ മുന്നേ കാലക്കൂട്ടി അവിടെ വിളിച്ചു നിർത്തുകയും അതിനുശേഷം കാർ തടഞ്ഞു നിർത്തി ഈ അസഭ്യം പറയുകയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കരിങ്കുടി കാണിച്ചുകൊണ്ട് തുടർന്ന് കാറിന്റെ പുറത്തേക്ക് വാഴപ്പിണ്ടി വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സമരമുറയാണ് അവർ സ്വീകരിച്ചത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സാംസ്കാരിക നായകന്മാർ മുഴുവനും ഇന്ന് കേരളത്തിലായാലും ഭാരതത്തിലാണെങ്കിലും രാജ്യത്തുടനീളം ഈ സംഘപരിവാറിന്റെ ആ ഒരു വർഗീയവാദികളുടെ ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് അവർക്ക് കൂടി ശക്തി പകരുന്ന വിധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ സാംസ്കാരിക നായകന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും സാംസ്കാരിക വകുപ്പുപേട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള അക്രമ ഒരു സമര രീതിയിലേക്ക് അവർ തുനിഞ്ഞിരിക്കുന്നത്. രാജ്കുമാർ, ഇപ്പോൾ ഇന്നലെ നടന്ന കരുനാഗപ്പള്ളിയിലെ ഈ ഒരു സംഭവമുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലവിളി, ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തിരുത്തൽ വേണ്ട, പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണവുമായി പോലും രംഗത്തെത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് RSSനൊപ്പം അല്ലെങ്കിൽ RSSനെ നയിക്കുന്ന തലത്തിൽ ഭീകരതയുമായി കോൺഗ്രസ് സജീവമാവുന്നു എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഹിന്ദു വർഗീയത പ്രകടനം അത് മുൻനിർത്തി പാർട്ടിയെ നയിക്കുന്ന കോൺഗ്രസിന് RSSന്റെ അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകരെ വേട്ടയാടാനായി RSS എന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിനൊപ്പം ചേർന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസും KSUവും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിലൊക്കെ തന്നെ ആ ഒരു വർഗീയ വിഷം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും അത് ഉന്നയിച്ചുകൊണ്ടാണ് ചെയ്യുന്നെങ്കിലും RSSന്റെ വാദങ്ങളെ ശക്തി പകരുന്ന വിധത്തിലാണ് ഇപ്പോൾ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകരെ ഇങ്ങനെ വഴിയിൽ നേരിടുന്ന ഒരു സ്ഥിതി. എഴുത്തിലൂടെയും വരകളിലൂടെയും പാടുന്ന അത്രയും കലാകാരന്മാരും അങ്ങനെയുള്ള സാംസ്കാരിക മേഖലയിൽപ്പെട്ടവരെയാണ് ഈ വിധം ദ്രോഹിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാക്കളെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ MP-മാരെയോ ജനപ്രതിനിധികളോ വഴിയിൽ തടയുന്നത് പോലെയല്ല ഇതുപോലെയുള്ള സാംസ്കാരിക നായകരെ വഴിയിൽ തടയുന്നതും അക്രമ രാഷ്ട്രീയത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. കരിങ്കുടി കാണിക്കുന്നതിനും ഈ നമ്മുടെ സാംസ്കാരിക കേരളം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ന് പഴയ ആ നവോത്ഥാന മൂല്യങ്ങളെ നിലനിർത്തി അതിന്റെ ആ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന വിഭാഗമാണ് സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക രംഗവും. അവരെ മുഴുവനും അസഭ്യം പറയുകയും കേട്ടാലറയ്ക്കുന്ന രൂപത്തിലായിരുന്നു കരുനാഗപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അസഭ്യം പറഞ്ഞത്. അദ്ദേഹം പക്ഷേ ആ സംയമനം പാലിച്ചുകൊണ്ട് അവരോട് വിനയത്തോടുകൂടി തന്നെ പോകാൻ അനുവദിക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്. എന്തായാലും കരുനാഗപ്പള്ളി പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വഴി തടഞ്ഞ് ഇതുപോലെ പ്രതിഷേധിച്ച് അക്രമം നടത്താൻ തുനിഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന്റെ അടുത്ത നടപടികളിലേക്ക് ഇനി പോലീസ് പോകാൻ പോകുന്നതേ ഉള്ളൂ. വ്യക്തമാണ്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വധഭീഷണി, അതും അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്. വിശദാംശങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്ന് അബ്രാം ചേരുകയാണ്. അബ്രാം, ഈ സാഹചര്യത്തിന്റെ ഒരു ഗൗരവം, നിയമപരമായ ഗൗരവം എല്ലാവർക്കും അറിയാവുന്നതാണ്, സാധാരണക്കാരന് പോലും അറിയാവുന്നതാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്നുള്ള കൊലവിളിയുടെ സാഹചര്യം, ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? കോൺഗ്രസ് നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തെ വിശദീകരണവുമായി രംഗത്തെത്താനുള്ള സാഹചര്യങ്ങളുണ്ടോ? അതോ എല്ലാ തരത്തിലും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്? ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു നേതാവും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നു. അതായത് ഈ ഒരു കൊലവിളിക്ക് പൂർണ്ണമായി തന്നെ കോൺഗ്രസിന്റെയും പിന്തുണ ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാണമായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായമെങ്കിലും കോൺഗ്രസ് രേഖപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ ഒരു തരത്തിൽ പോലും ഈ അക്രമം തള്ളിപ്പറയാനോ ഈ ഒരു കൊലവിളി മാറ്റി നിർത്താനോ കോൺഗ്രസ് തയ്യാറാവുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഇത്തരത്തിൽ മറ്റ് നേതാക്കളുടെ നിലപാട് ഇത് തന്നെയാണെന്ന് വേണം കരുതാൻ. കാരണം ജില്ലയിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും നിലപാട് ഇത്തരത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കാരണം
ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ ഈ ഇത്തരത്തിൽ കൊല നടത്തി ആൾ തള്ളിപ്പറയാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഇയാൾക്ക് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ രംഗത്തുള്ളത്. ഒരു തരത്തിലും ഇയാൾ നടത്തേണ്ട ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറയുന്നത്. വലിയ ഒരു അനുകൂലമാണ് ഇയാൾക്ക് വേണ്ടി കോൺഗ്രസ് ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പൊതുസമൂഹം തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. തൃശ്ശൂരിലടക്കം ഇയാൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉണ്ടായി വരുന്നത് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്താൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തത് വലിയ പ്രതിഷേധം ഇയാൾക്കെതിരെ ഇപ്പോൾ ഉയർന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ഒരു നിലപാടും പറയുന്നില്ല. ഒരു തരത്തിൽ ഇയാൾ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാവുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി കത്തിവെക്കും എന്ന് പറഞ്ഞിട്ട് കൂടി അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതായത് സംസ്ഥാനത്തിന് ഏറ്റവും പ്രമുഖ നേതാവാണ് ഈ ഒരു ബാലു കനാൽ. യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനമാണ് ഇയാൾ. അത്തരത്തിലൊരു പ്രമുഖ നേതാവ് ഇത്തരം ഒരു പ്രസംഗം നടത്തിയത് ഒരിക്കലും ആവേശത്തിന്റെ പുറത്ത് നടത്തിയ പ്രസംഗം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വീണ്ടും ഞങ്ങൾ ആവർത്തിക്കാൻ ഒരു പ്രസ്താവന ഇയാൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെ പൊതുവയിൽ വരാൻ സമ്മതിക്കില്ലെന്നും മുഖ്യമന്ത്രിയെ കഴുത്തിൽ കത്തിവെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ഇവിടെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് കത്തിവെക്കാൻ തയ്യാറാണ് തന്നെ ഇയാൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പ്രശ്നത്തിൽ അങ്ങോട്ട് നീങ്ങി അത്ര വലിയൊരു കുറവ് പ്രസംഗമാണ് നടത്തിയത്. അത് പിന്താക്കിയതിന് മാത്രമല്ല മറ്റ് പല പ്രമുഖരും ഇയാൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ഒരു സാഹിത്യക്കടവിന്റെ അക്രമമുണ്ട്, മോഹൻ മാസ്റ്റർ കയറിയും മറ്റും അക്രമം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിലും മുഖ്യമന്ത്രി കടുത്ത പ്രതികരണം നടത്തിയത് ഇത്തരം അക്രമം ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കേരളീയ സമൂഹം നവോത്ഥാനത്തോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സാഹിത്യ അക്കാദമി എന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഈ ഒരു പ്രതികരണത്തിന് കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ കോൺഗ്രസ് പ്രശ്നം ഇപ്പോഴും കോൺഗ്രസ് തള്ളി പറഞ്ഞില്ല എന്നത് കോൺഗ്രസിന്റെ നിലപാടായി തന്നെ ഈ പ്രശ്നത്തെ കാണേണ്ടി വരുമെന്നതിന്റെ ഉദാഹരണമായി തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ കോൺഗ്രസിലെ ഒരു നേതാക്കളും നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ക്രിസ്ത്യൻ അഭിറാം ദയവായി തുടരുക. അതേസമയം ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ വൈസ് പ്രസിഡന്റ് വിജിൻ ചേരുകയാണ്. ശ്രീ വിജിൻ, നിലവിലെ ഒരു സാഹചര്യത്തിന്റെ ഗുരുതരാവസ്ഥ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വധഭീഷണി, അതിനുമപ്പുറം കൊലവിളി എന്ന് പറയാവുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ അങ്ങ് കത്തിവെച്ച് കളയുമെന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു കൊലവിളി നടത്തുന്ന സാഹചര്യം നമുക്കറിയാം. കോൺഗ്രസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിലൊരു അക്രമം വിതയ്ക്കുന്നത് പുതുമയല്ലെങ്കിൽ പോലും നിലവിലെ ഒരു സാഹചര്യം, അതിൽ കോൺഗ്രസിന്റെ ഒരു നയം ഏതു തരത്തിൽ വിലയിരുത്തണം? യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളായി കേരളത്തിൽ അതിവ്യാപകമായ അക്രമങ്ങൾ തന്നെയാണ് നാം കണ്ടത്. കേരളത്തെ ഒരു കലാപഭൂമിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് കോടികളുടെ വില പറഞ്ഞത് RSSന്റെ നേതാവാണ്. ഇപ്പോഴിതൊരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവും സമാനമായ രീതിയിൽ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിക്ക് നേരെ അത്തരത്തിലുള്ള ഒരു കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുകയാണ്. ഇത് തെളിയിക്കുന്നത് RSSും യൂത്ത് കോൺഗ്രസും BJPയുമെല്ലാം ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവർ സമാനമായ രീതിയിൽ ഇടപെടലുകളാണ് രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവ് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ കൊലവിളി പ്രസംഗം. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗങ്ങൾ നടത്തുക, സാംസ്കാരിക നായകന്മാർക്ക് നേരെയുള്ള സാംസ്കാരിക നായകന്മാരെ ഏത് രീതിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് നേതാക്കന്മാർ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരെ ഇവിടെ യൂത്ത് കോൺഗ്രസുകാർക്കും കോൺഗ്രസുകാർക്കും വലിയ പ്രയാസമുണ്ടാവും. കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇത് ഒരു 1000 ദിനങ്ങൾ പിന്നിടുന്ന സർക്കാർ ഏറ്റവും മികവുറ്റ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനോപകാരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് ഒരക്ഷരം പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ കേരളത്തിന്റെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചുവെക്കാൻ അതിനാവശ്യമായ ഇടപെടൽ നടത്താമെന്ന തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്രമത്തിലൂടെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുക, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അത് തടസ്സപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുകയാണ്. ഇതെല്ലാം കേരളത്തിന്റെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് മുൻകാലങ്ങളിൽ അവരൊക്കെ സമാധാനത്തിന്റെ മാലാകളാണ് എന്ന പ്രസംഗങ്ങൾ നടത്തുക മാത്രമാണ്. യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, അവർ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ, ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അതിനെ ആരും ന്യായീകരിച്ചിട്ടില്ല.
കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും അതിനെ ന്യായീകരിക്കാത്ത വിധത്തിലുള്ള പ്രസംഗം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു തരത്തിൽ ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ മറവിൽ ഇത്തരം വ്യാപകമായ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, അതൊന്നും കേരള സമൂഹം വെച്ചുപൊറുപ്പിക്കില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഈ കൊലവിളി പ്രസംഗം ഉൾപ്പെടെ കേരളത്തിലെ പ്രബുദ്ധരായ ജനസമൂഹം തിരിച്ചറിയും. കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയ കൊലവിളി പ്രസംഗം അദ്ദേഹത്തിനെതിരെ കർശനമായ നിയമ നടപടിക്ക് വിധേയമാക്കണം. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ അവർക്ക് കനത്ത തിരിച്ചടി കേരള സമൂഹം ഒന്നടങ്കം നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് ശ്രീ വിജിൻ, ഇത്തരത്തിലുള്ള പ്രചാര വേലകൾ കേരള നാട് ഒരിക്കലും അംഗീകരിക്കില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് ബാലു കനാൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ കൊലവിളിയുടെ ശബ്ദശകലം ഒന്നുകൂടി കേട്ടിട്ട് തിരികെ വരാം. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരുവിധ സംശയവും വേണ്ട. വിശദാംശങ്ങൾ നൽകാൻ അഭിറാം ചേരുകയാണ്. അഭിറാം, ഈ ഒരു സാഹചര്യം തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ തന്നെ ജില്ലാ കമ്മിറ്റി നേതാക്കൾ അണിനിരക്കുന്ന ഒരു വേദിയിൽ യാതൊരു ആശങ്കകളും ഒരു പേടിയുമില്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇത്തരത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ നടത്തിയ ഒരു കൊലവിളി ആണ് കഴിഞ്ഞ ഒരു മണിക്കൂറുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു രാഷ്ട്രീയം, കോൺഗ്രസ് നയം വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും ക്രിസ്ത്യൻ, ഇതുവരെയും ആരും പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ പറഞ്ഞത് തന്നെ ഇതൊരു വെറും യൂത്ത് കോൺഗ്രസ് അതിന്റെ വായാടിതമായി കാണാൻ കഴിയുന്ന ഒന്നല്ല, നിരന്തരമായി ആവർത്തിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഈ കേരളത്തിൽ കോൺഗ്രസിനുള്ള ഒരു പൊതുമുഖത്തിനപ്പുറത്തേക്കുള്ള കോൺഗ്രസ് യഥാർത്ഥ മുഖം വീണ്ടും വീണ്ടും പുറത്തേക്ക് വരുന്ന ദിവസങ്ങളാണ്, ഏതാനും ദിവസങ്ങളായി ഇപ്പോൾ കേരളത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പലപ്പോഴായി നമ്മളോട് പ്രതികരിച്ച പലരും കുറിച്ചതുപോലെ തന്നെ കേരളത്തിൽ വലിയ അക്രമം നടത്തിയിട്ടുള്ള, കേരളത്തിൽ കൊലപാതകം നടത്തിയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത്തരത്തിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖത്തിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3-4 ദിവസം കൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം വലിയ അക്രമമാണ് യൂത്ത് കോൺഗ്രസ് അയച്ചത്. അതായത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളോ ഒരു കലാപസാധ്യത ഒന്നുമില്ലാത്തൊരു സമാധാനപരമായ രാഷ്ട്രീയ അന്തരീക്ഷം പുറത്തുന്ന പ്രദേശമായിരുന്നു നിലവിൽ തൃശ്ശൂർ. പക്ഷേ ഈ ജില്ലയിൽ പോലും കാര്യമായ അക്രമങ്ങൾ യൂത്ത് കോൺഗ്രസ് അയച്ചു വരുന്നുണ്ട്. പ്രകടനമില്ലാതെ തന്നെ സീറ്റ് നേതാക്കൾക്കെതിരെ പ്രവർത്തകർക്ക് വലിയ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇവരിൽ ആക്രമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ മേഖലയായ സാഹിത്യ അക്കാദമിക്ക് നേരെ കടന്നുകയറ്റം ഉണ്ടാകുന്നു, അക്രമം ഉണ്ടാകുന്നു. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റിന്റെ വാഹനം ആക്രമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സെക്രട്ടറിയുടെ വാഹനം ആക്രമിക്കപ്പെടുന്നു. സെക്രട്ടറി കായികമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ വലിയ ഒരു വെല്ലുവിളിയാണ് കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തുന്നത്. രാഷ്ട്രീയമായും സാമൂഹികമായും ഏറെ പുരോഗതി പ്രാപിച്ച കേരളത്തെ വീണ്ടും പഴയ കാലത്തേക്ക് നടത്താനുള്ള ഒരു കലാപ നീക്കമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി. അതിന്റെ എല്ലാം കുറച്ചാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വധിക്കും എന്ന ഒരു കൊലവിളി പ്രസംഗവുമായി ലൈനിൽ തുടരുക. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് കൂടി ചേരുകയാണ്. ശ്രീ ഡീൻ കുര്യാക്കോസ്, നിലവിലെ ഒരു സാഹചര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കുമെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ബാലു കനാലിന്റെ ഭീഷണി അല്ലെങ്കിൽ കൊലവിളി, ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ വ്യക്തമാക്കുന്നത്? ഇതിന്റെ പിന്നിലെ നയം എന്താണ്? അല്ല, അതിനകത്ത് ഞാനിന്ന് രാവിലെ പത്രത്തിൽ അത് വായിച്ച ഉടനെ തന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ പാർലമെന്റ് പ്രസിഡന്റിനോട് ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ശൈലിയല്ല. വെല്ലുവിളി പ്രസംഗം അല്ലെങ്കിൽ ഭീഷണി പ്രസംഗം എന്നൊക്കെ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ശൈലിയില്ല. ഞങ്ങൾ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകും. ഞങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലി നിന്നിട്ടുള്ള പാർട്ടിയോ പ്രസ്ഥാനമോ ഒന്നുമല്ല. ശക്തമായ നടപടിയിലേക്ക് തന്നെ കിടക്കും. ഇവിടെ കൊലവിളിച്ച് ആളെ കൊല്ലുന്ന പാർട്ടിയൊന്നുമല്ല യൂത്ത് കോൺഗ്രസ്. വളരെ നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കൊലവിളി നടത്തിയതിനു ശേഷം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതികരിക്കുന്ന ഒരു പ്രതിനിധി കൂടിയാണ് ഡീൻ കുര്യാക്കോസ്. എന്നാൽ ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു ഭീഷണിയെ തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ്. റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ഇനി തുടർ കാഴ്ചകൾ എന്തെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയ ഒരു കൊലവിളി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിന്റെ ഒരു ഗൗരവം
സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന് ആയുധം കൊടുക്കുന്ന ഒരു സാഹചര്യം തന്നെ, അല്ലെങ്കിൽ ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന സാഹചര്യം മുതിർന്ന നേതാക്കളുടെ അറിവോടെ, ഇതിൽ നിന്ന് ഇവർ വ്യക്തമാക്കുന്ന ഒരു നയം എന്താണ്? ഇതിന് പിന്നിലെ രാഷ്ട്രീയത്തെ എങ്ങനെ വിലയിരുത്തണം? ലേശം ഒരു കാര്യം, ഒരു ചരിത്രം, ചെറിയൊരു ചരിത്രം പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, പെരിയയിലെ കൊലപാതക സംഭവങ്ങൾക്ക് ശേഷം CPM അതുമായി ബന്ധിപ്പിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതിന് ശേഷവും ആ പ്രമേയം ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രമേയമാക്കി മാറ്റാം കേരളത്തിൽ എന്നാണ് ഇപ്പോഴും കോൺഗ്രസുകാർ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് അവരങ്ങനെ വിചാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് അവർ കരുതിയിരുന്നത് ശബരിമല പ്രധാന പ്രമേയമാക്കാമെന്നായി. ആ പ്രമേയം BJP-ക്കാർ തട്ടിക്കൊണ്ടുപോയി അവർക്ക് തന്നെ അതൊരു പ്രമേയമായി നിലനിൽക്കുന്നില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തു. ആ നിലയ്ക്ക് അവർ പ്രതീക്ഷിച്ചിരുന്ന പ്രമേയം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒരു കൊലപാതകം ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രമേയമാക്കി കളയാമെന്നുള്ള ഒരു വൃഥാ വ്യായാമത്തിലാണ് കോൺഗ്രസ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അവർ ഈ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. അക്രമത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പെരിയയിൽ നോക്കൂ, വീടുകൾ ആക്രമിക്കുക, പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുക, ഈ കടകൾ ആക്രമിക്കുക, കൊള്ളയടിക്കുക, അതേപോലെ വായനശാലകൾ പോലും ആക്രമിക്കുക. ഈ നിലയ്ക്ക് ലക്കും ലഗാനുമില്ലാത്ത ആക്രമണം പെരിയയിൽ അവർ അഴിച്ചുവിട്ടിരിക്കുന്നു. ഈ നിലയ്ക്ക് തന്നെയാണ് അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രധാന പ്രമേയമാക്കി ഈ കൊലപാതകത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്. അത്തരമൊരു ശ്രമം മുന്നിൽ വെച്ചുകൊണ്ട് അവരവരുടെ അണികളെ അഴിച്ചുവിട്ടു. അങ്ങനെ അഴിച്ചുവിട്ടപ്പോൾ സംഭവിച്ച ഒരു പാളിച്ചയാണ്, സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കത്തിവയ്ക്കുമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ ഭാസ്കരേന്ദ്ര ബാബു. ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നിരീക്ഷണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ആണ് കോൺഗ്രസ് ഇത്തരത്തിൽ പ്രചാരവേലകളുമായി രംഗത്തെത്തുന്നത്. കാസർഗോഡ് നടന്ന പ്രാദേശികമായ ഒരു അതിക്രമത്തിനും അപ്പുറം തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നയം കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതും മുതിർന്ന നേതാക്കളുടെ അറിവോടെ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് കൊലവിളി നടത്തുന്ന സാഹചര്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വധഭീഷണി. മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൊലവിളി നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബാലു കനാലാണ് തൃശൂരിൽ പൊതുവേദിയിൽ വധഭീഷണി മുഴക്കിയത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ഉപവാസ സമരത്തിലായിരുന്നു ഇത്തരത്തിലൊരു കൊലവിളി നടന്നത്. പിണറായിയുടെ കഴുത്തിൽ കത്തിവെച്ച് സമാധാനം സൃഷ്ടിക്കുമെന്നും ഇത് യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ച് പറയുകയാണ് എന്ന തരത്തിലാണ് ബാലു കനാൽ ഒരു വധഭീഷണി കൊലവിളി മുഴക്കിയത്. ഇനി കോൺഗ്രസിന്റെ ഒരു നയം, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സ്വഭാവം ഇനി പൊതുസമൂഹമാണ് വിലയിരുത്തേണ്ടത്.